പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഒടുവിൽ വീട്ടുകാരോട് സത്യങ്ങൾ തുറന്നു പറയുന്നതിന് തയ്യാറാവുകയാണ് ഗോവിന്ദ്. ഇതേ തുടർന്ന് ഗോവിന്ദ് രാധികയെ ചെന്ന് കാണുകയും രാധികയോട് ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു. താൻ ചെയ്തതിൽ തെറ്റുണ്ട് എങ്കിൽ ക്ഷമിക്കണമെന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ഒടുവിൽ രാധിക അമ്മ തൽക്കാലത്തേക്ക് ക്ഷമിക്കാൻ തയ്യാറായിരിക്കുകയാണ്. ഇതേസമയം കിഷോർ തൻ്റെ നീക്കങ്ങൾ ശക്തമാക്കി മുന്നോട്ട് പോവുകയാണ്. പക്ഷേ കിഷോറിൻ്റെ ഈ നീക്കങ്ങൾ തകർത്തുകൊണ്ട് അഫ്സലും അതുപോലെ തന്നെ ഗോവിന്ദും മുന്നിലേക്ക് കടന്ന് വന്നതിനെ തുടർന്ന് പദ്ധതികൾ ആകെ പാളിപ്പോവുകയും ഒടുവിൽ സ്വത്തുക്കൾ തിരികെ അവർണികയുടെ പേരിൽ എഴുതി കൊടുക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതോടെ ഇനി കാര്യങ്ങൾ അത്ര എളുപ്പമായിരിക്കുകയില്ല എന്ന് നമ്മുടെ കിഷോർ തിരിച്ചറിയുകയാണ്. ഇതേസമയം രാധിക ഇനി എങ്ങനെയാണ് നമ്മുടെ ഗീതുവിനെ ഗോവിന്ദിൽ നിന്ന് അകറ്റുക എന്ന് വരുണിനോട് ചോദിക്കുകയും അതിനുവേണ്ടി പുതിയ നീക്കങ്ങൾ നടത്തണം എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതേസമയം നമ്മുടെ രാധികയെ കാണാൻ വരുന്ന ഗീതു അധികം വൈകാതെ തന്നെ വിജയലക്ഷ്മിയും ഈ വീട്ടിലേക്ക് വരും എന്ന് അറിയിച്ചിരിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.